നമസ്കാരം. ഏറെ നാൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം സീറ്റിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത്. രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ റായ്ബറേലിയിൽ കൂടി മത്സരിക്കുകയാണ്. വയനാട്ടിലെ മത്സരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം പോലും ഉണ്ടായത്. എന്തായാലും തുടക്കത്തിൽ രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൂട്ടി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് രണ്ടാം ഘട്ടമായ ഏപ്രിൽ 26 അവസാനിച്ചോട്ടെ, അതിനുശേഷം കാണാം രാഹുൽ ഗാന്ധിയുടെ രണ്ടാം സീറ്റിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോൺഗ്രസ് പാർട്ടി പുറത്തുവിട്ടത്. ഈ രണ്ടാമത്തെ സീറ്റായി രാഹുൽ ഗാന്ധി റായ്ബറേലി തെരഞ്ഞെടുത്തപ്പോൾ ഇത്രയും നാളും അദ്ദേഹം പ്രതിനിധീകരിച്ച ഇക്കുറിയും മത്സര രംഗത്തുള്ള വയനാട്ടിലെ ജനങ്ങൾ എന്ത് പറഞ്ഞു എന്ന് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് NDTV ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള ആളുകൾ, സാധാരണക്കാരായ വോട്ടർമാർ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള അന്വേഷണമായിരുന്നു NDTVയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് പല നേതാക്കളും 2 സീറ്റുകളിൽ മത്സരിക്കാറുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ്. പക്ഷേ ചെറിയ ശതമാനം ആളുകളെങ്കിലും പറഞ്ഞിരിക്കുന്നത് ഇത് നേരത്തെ പറയാമായിരുന്നു, എന്തിനാണ് ഇവിടുത്തെ മത്സരം കഴിയുന്നത് വരെ കാത്തിരുന്നത്, ഇത് ഒരു തരത്തിലുള്ള ചതിയാണ് എന്ന തരത്തിലാണ്. ഈ 2 മണ്ഡലങ്ങളിൽ പ്രതിനിധീകരിക്കുമ്പോൾ ഉറപ്പായും അദ്ദേഹം തെരഞ്ഞെടുക്കാൻ പോകുന്നത്, വിജയിക്കുകയാണെങ്കിൽ റായ്ബറേലി തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അങ്ങനെ വോട്ടർമാരോട് എന്തിനാണ് സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്ന ചോദ്യം കൂടി ചില വോട്ടർമാർ ചോദിച്ചിട്ടുണ്ട് എന്ന് NDTV പറയുന്നു. മാത്രമല്ല, ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് റായ്ബറേലിയിൽ ഉറപ്പായും രാഹുൽ ഗാന്ധി വിജയിക്കും. ആ റായ്ബറേലിയിലെ വിജയാഘോഷത്തിനിടയ്ക്ക് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ ഉറപ്പായും അവിടെ വിജയിക്കുകയും ചെയ്യും കോൺഗ്രസ് എന്നായിരുന്നു. എന്തായാലും 2019 അമേഠിയിലേറ്റ ഒരു പരാജയം, ആ പ്രഹരം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ UPയിലേക്ക് മടങ്ങി പോകാതിരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെ ഏറ്റവും അധികം സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി എന്ന മുഖം ആവശ്യമാണ് എന്ന തിരിച്ചറിവ് അവിടെയുള്ള സഖ്യകക്ഷികൾക്കും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അവർ റായ്ബറേലി തിരഞ്ഞെടുത്തത്. മാത്രമല്ല, അമേഠിയിൽ സ്മൃതി ഇറാനിയോട് ഏറ്റുമുട്ടുന്നത് ഈ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആരുമല്ല, മറിച്ച് അവരുടെ കുടുംബത്തിലെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ്. നിലവിൽ എന്തായാലും വയനാട്ടുകാരുടെ പ്രതികരണം ഇത്തരത്തിലാണ് പോകുന്നത്. കുറേ അധികം ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്, അതിലൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് ചതിയാണ്, ഇത് തെറ്റായി പോയി, ഇത് മുൻകൂട്ടി പറയാമായിരുന്നു എന്ന് തന്നെയാണ്. നിലവിൽ എന്തായാലും വയനാട്ടുകാരുടെ ഈ പ്രതികരണമൊക്കെ ദേശീയ തലത്തിൽ വൈറലാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.